Hello everyone, welcome to Entry App. So in today's session, we are going to discuss about some of the problems related to polar plot. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ബോഡി പ്ലോട്ടിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ആസ് പെർ ദ സിലബസ് പോളാർ പ്ലോട്ട് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ തിയറി സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വിൽ ഡിസ്കസ് ഫ്യൂ മോർ അബൌട്ട് പോളാർ പ്ലോട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് sketch the polar plot of g of s h of s is equal to k by s minus 1. Okay, നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് k by s minus 1 and from that we are supposed to plot the polar plot. Okay, അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇവിടെ g of s into h of s they have given us k by s minus 1. So substituting s is equal to j omega, this is k by j omega minus 1 അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഈ പറഞ്ഞ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എഴുതി നോക്കാം അല്ലെ? വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്? Magnitude of this particular open loop transfer function will be k by root of square root of omega square plus 1 അല്ലെ? നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി. വാട്ട് അബൌട്ട് ആംഗിൾ? ഇതിൽ ഫേസ് നമുക്ക് എങ്ങനെ എഴുതാം? ഫേസ് ക്യാൻ ബി റിട്ടൺ ആസ്, so here you can see that it is k by s minus 1. നമ്മളെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ either it is 1 plus st അല്ലെങ്കിൽ 1 minus st ഫോർമാറ്റിലായിരിക്കണം അല്ലെ? പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഡിനോമിനേറ്റർ അവർ തന്നിരിക്കുന്നത് s minus 1 എന്നാണ് അല്ലെ? സോ എപ്പോഴും നമ്മൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയിട്ട് മാത്രമേ ആംഗിൾ കണ്ടുപിടിക്കാവൂ. ഓക്കെ, സോ s minus 1, so അതായത് k divided by s minus 1 നെ എനിക്ക് എങ്ങനെ എഴുതാം? This can be written as k by, if I'm taking minus 1 outside, it is k by minus 1 into 1 minus s എന്ന് വരും അല്ലെ? വിച്ച് ഇസ് ദി സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. സോ ദർ ഇസ് 1 minus s. നൗ ഇതിപ്പോ ഒരു 1 minus st ഫോർമാറ്റിലായി. There is a minus 1 in your transfer function. So if there is a minus 1, it indicates it is minus 180. ഇപ്പൊ നമുക്കൊരു minus 180 ഉണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്താ ഉള്ള? This transfer function നമുക്ക് 1 by 1 minus s ആണല്ലേ? So it is minus tan inverse of omega by 1 അല്ലെ? മൈനസ് ഒമേഗ ബൈ 1 എന്ന് വരും. കാരണം 1 by 1 minus s എനിക്ക് എങ്ങനെ എഴുതാം? k by 1 minus s എനിക്ക് എങ്ങനെ എഴുതാം? It is k by 1 minus j omega അല്ലെ? അപ്പം ഈ ഒരു 1 minus j omega ടേമിന്റെ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഒരു മൈനസ് എടുത്തു. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ഇസ് മൈനസ് ഒമേഗ ആൻഡ് റിയൽ പാർട്ട് ഇസ് 1. സോ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒമേഗ എന്ന് വന്നു, വിച്ച് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തതും കിട്ടി. സോ ദിസ് ഇസ് ആക്ച്വലി പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ. ഓർ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും 180 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ കിട്ടി. സോ നമുക്ക് ഫേസും കിട്ടി, മാഗ്നിറ്റ്യൂഡും കിട്ടി അല്ലെ? Now how will we plot the polar plot? It's very simple. We'll take 2 points, omega equal to 0 and omega is equal to infinity അല്ലെ? Omega equal to 0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗയ്ക്ക് 0 കൊടുത്താൽ എന്ത് പറ്റും? k by square root of 0 plus 1. മാഗ്നിറ്റ്യൂഡ് k എന്ന് കിട്ടും. ആംഗിൾ ആണെങ്കിലോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ 0 is 0. So minus 180 എന്ന് വരും. So k angle minus 180 for omega equal to 0. And when omega is equal to infinity, 1 by infinity എന്താവും? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് 0 and angle will be tan inverse of minus infinity is 90 degree. So 180 minus 90 is 90. So minus 90 എന്ന് വരും. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റുകൾ കിട്ടി. Now we can easily plot the polar plot. Okay, നമുക്ക് polar plot വരയ്ക്കാം. So if you are plotting this in the polar coordinates, it's starting at k minus 180 അല്ലേ? അപ്പൊ നമുക്കിത് 0 ഡിഗ്രി ആണെന്ന് അറിയാം, ഇത് minus 90 ഡിഗ്രി ആണെന്ന് അറിയാം. This is minus 180 degree, this is minus 270 degree. So starting in the minus 180, minus 180ലാണ് k എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഇരിക്കുന്നത് അല്ലെ? So k angle minus 180 and it is going to 0 at minus 90. അതായത് minus 90 എന്ന് പറഞ്ഞ ഈ ഒരു പ്ലെയിനിലേക്ക്, ഈ ഒരു പെർട്ടിക്കുലർ താഴത്തെ പ്ലെയിനിലേക്ക് അത് പോവുകയാണ് അല്ലെ? So it is going like this and it is having a 0 magnitude. So k angle minus 180 to 0 angle minus 90 degree. So this is your polar plot. So s minus 1 വരുന്ന കേസിൽ make sure that you are taking the minus 1 outside and converting it into the standard form. So let's go with the next question. g of s h of s is equal to k by 1 minus s. Okay, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Just k by 1 minus j omega. This is again in the standard format, 1 plus or minus st ഫോർമാറ്റിലാണ്. സോ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടുപിടിക്കാം. വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? It's k by root of 1 plus omega square. And what about the phase? Phase എന്ന് പറയുന്നത് മൈനസ്, സോ 1 by ഉള്ളതുകൊണ്ട് ഒരു മൈനസ് എടുത്തു.
and tan inverse of imaginary part by real part. So it is tan inverse of omega. Now let's substitute the values of omega equal to 0 and omega equal to infinity. So when omega equal to 0, the value of magnitude is k by square root of 1 plus 0, which is k. Angle will be 0. Tan inverse of 0, 0 ആണ്. And when omega equal to infinity, 1 by infinity magnitude is 0 and tan inverse of infinity is 90 degree. Okay. Now here also, if you're plotting the polar plot, polar plot plot ചെയ്യാം. So 0 minus 90 minus 180 minus 270. But if you are going, that is in the anti-clockwise direction. If you are going in the clockwise direction, you can say this is 0 and this is 90 degree. ഇതാണ് 90 degree. Okay. So it is starting from k angle 0. So k എന്ന് പറഞ്ഞൊരു പോയിന്റിൽ angle 0 ഈ ഒരു ആക്സിസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. And from that, in the anti-clockwise direction, it is going to 0 at angle 90 degree. Angle 90 എന്ന് പറയുമ്പോൾ upper y-axis ആണ്. Upper y-axis അത് 0 ലേക്ക് approach ചെയ്യാം. So it is going like this. Okay. So this is your polar plot for g of s h of s is equal to k by 1 minus s. Let's go with the next question. G of s h of s is equal to k e raised to minus std divided by s plus 1. Okay. So this is also an interesting question. നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഫേസും ഒന്ന് ആദ്യം എഴുതി നോക്കാം. So what will be the magnitude? If you're trying to write the magnitude of this function, it is k divided by root of omega square plus 1. So if you see k e raised to minus std by s plus 1, നമുക്ക് ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിലേ ആണല്ലേ. അപ്പൊ നമുക്ക് mod of e raised to j theta, we know it is equal to 1. So similarly, if you take the magnitude of this particular function, so if I'm substituting s is equal to j omega, it is k raised to minus j omega td by j omega plus 1 എന്ന് വരും അല്ലെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പോണൻഷ്യലിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവും. Then we have k by j omega plus 1. So it is k by square root of omega square plus 1. So that's how we get the magnitude of this particular function. Now let us try to plot the polar plot. Before that, let's find out the phase or the angle. So in this case, I can see that k raised to minus j omega td, a raised to j theta എന്നൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. Okay. So here also you are having e raised to minus j omega td. So there is an angle minus omega td. j വരാത്ത ടേമിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. So minus j omega td എന്ന് പറയുമ്പോഴത്തേക്കും minus omega td is an angle. And then you have 1 by j omega plus 1 അല്ലേ. So minus tan inverse of imaginary part by real part. So in effect, you have, if you're taking minus common, it is omega td plus tan inverse of omega. Now let's plot the polar plot here. So this is actually an interesting question. ഇതിന്റെ polar plot നിങ്ങൾ plot ചെയ്യണമെങ്കിൽ നമുക്ക് ഒമേഗയ്ക്ക് 0യും ഒമേഗയ്ക്ക് ഇൻഫിനിറ്റിയും കൊടുക്കാം. So when you're substituting omega equal to 0, so the value of magnitude എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? e raised to 0 1 ആണ്. k by square root of 0 plus 1, which is k. Magnitude is k എന്ന് വരും. What about angle? Angle is, so here if you're substituting the value of omega equal to 0, tan inverse of 0, 0 degree. Okay, this is 0, this is 0 I hope. And when omega is equal to infinity, നമുക്ക് എന്ത് വരും? 1 by infinity 0 magnitude വരും. And what about the angle? So tan inverse of infinity is 90. But here ഒമേഗയുടെ വാല്യൂ എന്താണ്? നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കണം അല്ലേ. സോ ഇൻഫിനിറ്റിയുടെ കൂടെ ഒരു 90 ആഡ് ചെയ്താൽ അത് എന്ത് തന്നെ ആയിരിക്കും? ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. ഒരു മൈനസ് പുറത്തുണ്ട്. So your final angle is minus infinity. That is very important. So the angle is from 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് പോവുകയാണ്. And the magnitude is going from k to 0. Okay. So initially if you see, this is your 0 degree. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ അത് മാഗ്നിറ്റ്യൂഡ് 0ലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ഹാവിംഗ് എൻ ഇൻഫിനിറ്റ് ആംഗിൾ, ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു 0. അത് ഡയോട്ട് ചെയ്ത് 0 ആവുന്നുണ്ട് അല്ലേ. അപ്പൊ 0 ഡിഗ്രി ആംഗിൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് k ആണ്. സോ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് k, ആംഗിൾ 0. ആൻഡ് ഫ്രം ദാറ്റ്, if you are plotting this polar plot, your polar plot will look like this. Polar plot എന്ന് പറഞ്ഞാൽ we don't know where it is going to end. So it is going to circle like this. നിങ്ങൾ സർക്കിൾ ചെയ്ത് അത് ആക്ച്വലി എങ്ങോട്ട് എൻഡ് ചെയ്യാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യണം അല്ലേ. ബിക്കോസ് ആംഗിൾ മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ ദിസ് നമ്പർ ഓഫ് സർക്കിൾസ് എന്ന് പറയുന്നത് എത്ര വേണോ ആവാം, പക്ഷെ അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു 0. സോ ദിസ് പോയിന്റ് കറസ്പോണ്ട്സ് ടു 0 ആംഗിൾ മൈനസ് ഇൻഫിനിറ്റി.
Okay, this is the polar plot for k raised to minus std by s plus 1. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ട്രാൻസ്പോർട്ടേഷൻ ലാഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ പോളാർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. This is also a good question. Let's go with the fourth problem. G of s h of s is equal to k1 into 1 plus k2s divided by s into s minus 1. Okay. So let's substitute s is equal to j omega. നമ്മൾ j omega substitute ചെയ്യുമ്പോൾ എന്താവും? k1 into 1 plus k2 j omega divided by j omega into j omega minus 1. I'm substituting s is equal to j omega. Now let's find the magnitude as well as the angle. So if you are finding the magnitude of this particular function, എന്തായിരിക്കും magnitude എന്ന് പറയുന്നത്? മുകളിൽ k1 ഉണ്ട് and then you have a complex value. So this is square root of 1 plus k2 square omega square the whole divided by j omega യുടെ magnitude omega തന്നെ ആയിരിക്കും and j omega minus 1 എന്തായിരിക്കും? square root of omega square plus 1. So this is your magnitude. നമ്മൾ magnitude കണ്ടുപിടിച്ചു. Now let's find the angle of the face. So you have to be a little bit careful here. നമുക്ക് ഡിനോമിനേറ്ററിലുണ്ട് ന്യൂമിനേറ്റർ ഉണ്ട് അല്ലെ? അപ്പൊ ന്യൂമിനേറ്ററിലെ ടേം എടുക്കാം നമുക്ക്. സോ 1 plus k2 j omega അല്ലെ? So that is basically tan inverse of imaginary part by real parts, which is tan inverse of k2 into omega എന്ന് വന്നു. ഇനി 1 by j omega. So 1 by j omega ആയതുകൊണ്ട് എന്തായിരിക്കും? 1 by s അല്ലെങ്കിൽ 1 by omega എന്ന് പറഞ്ഞാൽ അത് minus 90 degree equivalent ആണ് അല്ലെ? So 1 by omega square, s square വന്നിരുന്നെങ്കിൽ അത് minus 180 ആണ്. And then you are also having another function j omega minus 1. So again it is minus, denominator and minus ആയിരിക്കും. Tan inverse of imaginary part by real part. Okay, so tan inverse of omega by minus 1 അത് വരും. So here you are having three different terms. Okay, but ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മളിപ്പോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കാരണം ഇവിടെ നമുക്കൊരു ചെറിയ പ്രശ്നം ഫേസിൽ വരുന്നുണ്ട്. ഇറ്റ് ഇസ് k1 ഡിവൈഡഡ് ഇൻറ്റു 1 പ്ലസ് k2s. ഈ ടേം ഒക്കെ ഓക്കെയാണ്. പക്ഷെ താഴെ s ഇൻറ്റു s മൈനസ് 1 ഈ ടേമിന് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ? ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് 1 പ്ലസ് ഓർ മൈനസ് s. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലല്ല. സോ ആക്ച്വലി നമ്മൾ ഇതിനെ എങ്ങനെയാ ചെയ്യുന്നത്? k1 ഇൻറ്റു 1 പ്ലസ് k2s ഡിവൈഡഡ് ബൈ s ഇൻറ്റു ഐ എം ടേക്കിംഗ് മൈനസ് 1 ഔട്ട്സൈഡ്. സോ ഇറ്റ് വിൽ ബി 1 മൈനസ് എസ് അല്ലെ? അപ്പൊ നമുക്ക് ആക്ച്വലി 1 മൈനസ് എസ് ആണ് വരുന്നത്. 1 മൈനസ് എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എന്താണ്? 1 ബൈ 1 മൈനസ് ജെ ഒമേഗ. സോ ഇതിന്റെ ടാൻ ഇൻവേഴ്സ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒമേഗ ബൈ 1 എന്ന് വരും. ഓക്കെ, സോ ദിസ് ടേം ഇസ് ഫൈൻ. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒമേഗ ഇത് ഓക്കെ ആണ്, ഇത് രണ്ടും ഓക്കെ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ പറയുന്ന വേറൊരു പ്രശ്നം, ദർ ഇസ് എ മൈനസ് 1. അപ്പൊ മൈനസ് 1 കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വരും? ഇതിന്റെ കൂടെ ഒരു മൈനസ് 180 ഡിഗ്രി കൂടെ എഴുതാൻ മറക്കരുത്. ഓക്കെ, സോ ഈ ഒരു ഫൈനൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ ഞാൻ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്കൊരു 90 ഉണ്ട്. ദെൻ ഐ എം ഹാവിംഗ് എ 180 ഡിഗ്രി. ദെൻ നമുക്കൊരു മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒമേഗ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ അല്ലെ? അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ആൻഡ് ദെൻ യു ഹാവ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഇൻറ്റു k2. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫൈനൽ ആംഗിൾ. ആംഗിൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Now, let's substitute the values of omega equal to 0 and infinity. If you are substituting omega equal to 0, നമുക്ക് നോക്കാം മാഗ്നിറ്റ്യൂഡ് എന്താവും? ഇവിടെ ഒരു ഒമേഗ ഉണ്ടല്ലേ? 1 by 0 എന്താവും? ഇൻഫിനിറ്റി മാഗ്നിറ്റ്യൂഡ് ആവും. വാട്ട് അബൌട്ട് ദി ആംഗിൾ? If you are substituting omega equal to 0, here tan inverse of 0 0. ഇവിടെയും 0. 180 plus 90 is 270. So minus 270 is your angle for omega equal to 0. Now, when you are substituting omega equal to infinity, 1 by infinity എന്താവും? 0 magnitude ആവും. What about the angle? Tan inverse of infinity is 90 degree. Again, here also tan inverse of infinity നമുക്ക് 90 വരുന്നുണ്ട്. So, definitely it is minus of 90 plus 180 minus 90 minus 90 അല്ലെ? അപ്പം നമുക്ക് 180 minus 90 90 എന്ന് വരും. പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്. സോ മൈനസ് 90 ഡിഗ്രി ആവും. So, this is your points for the polar plots. Now, when you are plotting the polar plot, the polar plot ഒന്ന് വരച്ചു നോക്കാം. So, you are having 0, minus 90, minus 180 and minus 270. So at omega equal to 0, it is having an infinite value and it is coming from the minus 270 plane. ഈ ഒരു particular positive y-axis plane നിന്നാണ് നമ്മുടെ polar plot വരുന്നത് അല്ലേ? It's coming from omega equal to, it's omega equal to 0, but its value is at infinity അല്ലേ? അത് infinite value ആണ് ഇരിക്കുന്നത്. So it's coming from infinity
ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു 0 അറ്റ് -90 പ്ലെയിൻ അല്ലേ? ഇപ്പൊ -90 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിനിൽ നിന്ന് വരുന്നുണ്ട്, ഈ ഒരു പ്ലെയിനിൽ അത് കൺവേർജ് ചെയ്യണം. താഴത്തെ y ആക്സിസ് പ്ലെയിൻ ആണ് -90 ഡിഗ്രി. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു 0 പാരലൽ ടു ദിസ് പെർട്ടിക്കുലർ പ്ലെയിൻ. ഓക്കെ, സോ ദിസ് ഇസ് യുവർ പോളാർ പ്ലോട്ട് ഫോർ g of s h of s equal to k1 into 1 plus k2s by s into s minus 1. Hope it is clear to all of you. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഗോ വിത്ത് ദ ഫിഫ്ത് പ്രോബ്ലം. g of s h of s equal to k into s plus 1 the whole square divided by s cube. Okay. So ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടുപിടിക്കാം. So what will be the magnitude? If you're writing the magnitude of this particular function. So first നമുക്ക് ഇതിനെ j ടേമിൽ എഴുതാം. k into j omega plus 1 the whole square divided by j omega the whole cube. Okay. So if you're writing the magnitude, you can see in the top you are having j omega plus 1 the whole square. അല്ലെ? അപ്പൊ square root of 1 plus omega square the whole square എന്ന് പറയുമ്പോൾ എന്ത് വരും? k into 1 plus omega square എന്ന് വരും അല്ലെ? നമുക്കൊരു സ്ക്വയറും കൂടെ ഉണ്ട്. അപ്പൊ ആ റൂട്ട് അങ്ങ് പോകും. ഡിവൈഡഡ് ബൈ j omega cube. Okay, j cube omega cube അതിന്റെ എന്ത് തന്നെ ആയിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ omega cube തന്നെ ആയിരിക്കും. j യുടെ ടേം അങ്ങ് കളഞ്ഞാൽ മതി. സോ മാഗ്നിറ്റ്യൂഡ് കിട്ടി. വാട്ട് അബൌട്ട് ദി ആംഗിൾ ഓഫ് ദി ഫേസ്? സോ ടു ഫൈൻഡ് ദ ഫേസ് ഇറ്റ്സ് വെരി സിമ്പിൾ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ k into j omega plus 1 the whole square അല്ലെ? And in the denominator we are having j omega cube. So since it is 1 by s cube, 1 by s cube, 1 by s ആണെങ്കിൽ അത് -90 ആയേനെ, 1 by s square ആണെങ്കിൽ -180 ആയിരുന്നേനെ, 1 by s cube ആയതുകൊണ്ട് അത് എന്തായിരിക്കും? -270 ഡിഗ്രി ആയിരിക്കും. And on the top you are having s plus 1 the whole square അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പ്ലസ് ന്യൂമറേറ്ററിൽ ആയതുകൊണ്ട് പ്ലസ് ആയിരിക്കും. 2 into tan inverse of omega അല്ലെ? നമുക്ക് ഈ പവർ 2 ബേസ് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ആൻഡ് 1 plus j omega എന്തായിരിക്കും? tan inverse of imaginary part omega by real part 1. So it is 2 into tan inverse of omega. അപ്പൊ നമുക്ക് ആംഗിളും കിട്ടി. Now let's substitute the value of omega equal to 0 and omega equal to infinity to plot the polar plot. So at omega equal to 0, what is the magnitude? നമുക്ക് omega 0 കൊടുത്താൽ 1 by 0. omega cube ആണല്ലേ ഡിനോമിനേറ്ററിൽ. So magnitude infinity ആവും. What about the angle? So tan inverse of 0 ഇത് 0 -270 മാത്രമേ വരുള്ളൂ അല്ലേ? So it is -270 degree. And when you're substituting omega equal to infinity, 1 by infinity, magnitude is 0. And what about the angle? Tan inverse of infinity is 90. So 2 into 90 is 180. 180 minus 270 is -90 degree. Okay, so your angle will be -90. And if you're plotting the polar plot, so let's try to plot the polar plot here. So you're having 0, -90 degree, -180 degree and -270 degree. Okay. So -270 degree എന്നാണ് അത് വരുന്നത്. ഈ ഒരു പ്ലെയിനിൽ നിന്നാണ് വരുന്നത്. And it is going to -90 degree. Okay. ഈ ഒരു പ്ലെയിനിൽ താഴത്തെ പ്ലെയിൻ y പ്ലെയിനിലാണ് അത് കൺവേർജ് ചെയ്യുന്നത്. Okay. So if you are seeing it is coming from infinity and it is going to and it is going to -0 അല്ലേ? 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോവാം. So this is omega equal to 0 and this is omega equal to infinity. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയിരുന്നു. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. -270 നിന്നും -90ലേക്കാണ് അത് പോകുന്നത്. Okay. So this is the polar plot for k into x plus 1 the whole square divided by s cube. Let's go with the sixth problem. g of s h of s equal to 4 divided by s square plus 4. അല്ലേ? So ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? s ന് j omega നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ it is 4 divided by j omega the whole square plus 4 എന്ന് വരും. Which is 4 by j square omega square plus 4. I can write this as 4 by minus omega square plus 4 because j square എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. സോ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡിഫറെന്റ് വാല്യൂസ്, ഓക്കെ, നമുക്ക് ഇവിടെ വാല്യൂസ് കൊടുത്തു നോക്കാം. ഞാൻ ഒമേഗ ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഒമേഗ ഈക്വൽ ടു 0, യുവർ വാല്യൂ വിൽ ബി 4 divided by 4, 1 എന്ന് വരും അല്ലേ? And if you are substituting omega equal to 1, say let's omega 1 substitute ചെയ്താൽ 1 by 4 divided by 1 plus 4, അതായത് 4 divided by -1 plus 4, which is 4 by 3 എന്ന് വരും. ഒമേഗയ്ക്ക് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ 4 divided by -2 square plus 4, that is 4 divided by -4 plus 4, 4 divided by 0, infinity എന്ന് വരും. സിമിലി ഞാൻ ഒമേഗയ്ക്ക് 3 കൊടുത്താൽ എന്ത് പറ്റും? 4 divided by -3 square plus 4, which is -4 by 5 എന്ന് വരും. ഓക്കെ, എക്സെട്ര. ഞാൻ കുറച്ച് പോയിന്റ്സും കൊടുക്കുകയാണ്. ഞാൻ ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് പറ്റും? ഒമേഗ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1 by infinity 0 എന്ന് വരും അല്ലേ? സോ അത് 1ൽ നിന്ന് 0യിലേക്ക് പോവാണ്.
ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് there is no j term here because നമുക്ക് j സ്ക്വയർ എന്ന് പറഞ്ഞ ടേം -1 ആണെന്ന് അറിയാം. ഇറ്റ്സ് എ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആൻഡ് there is no phase. ഇവിടെ നമുക്ക് ആംഗിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, കാരണം നമുക്ക് j ടേം വരുന്നില്ല. നമ്മുടെ ഫൈനൽ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡിപെൻഡിങ് ഓൺലി ഓൺ ഒമേഗ അല്ലേ. സോ അതുകൊണ്ടാണ് ഒമേഗയ്ക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇഫ് യു ആർ പ്ലോട്ടിംഗ് ദ പോളാർ പ്ലോട്ട് ഹിയർ, സാധാരണ കിട്ടുന്ന പോളാർ പ്ലോട്ടിനെ കാട്ടി കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. സോ നോക്കിക്കേ, അറ്റ് ഒമേഗ ഈക്വൽ ടു 0 ദ മാഗ്നിറ്റ്യൂഡ് ഇസ് 1 അല്ലേ. അറ്റ് ഒമേഗ ഈക്വൽ ടു 0 ദ മാഗ്നിറ്റ്യൂഡ് ഇസ് 1. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഒമേഗ ഈക്വൽ ടു 2, നമ്മൾ ഒമേഗയ്ക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ത് വന്നു? ഒമേഗയ്ക്ക് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആക്ച്വലി അത് ഇൻഫിനിറ്റിലോട്ട് പോവാണ് അല്ലേ. സോ ഇഫ് യു അറ്റ് ഒമേഗ ഈക്വൽ ടു 1 ഐ ക്യാൻ സേ ഇറ്റ് ഇസ് 4/3. ബട്ട് അറ്റ് ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി, സോറി അറ്റ് ഒമേഗ ഈക്വൽ ടു 2 ഇറ്റ്സ് വാല്യൂ ഇസ് ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് ആ വാല്യൂ അറിയത്തില്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു വാല്യൂലാണ് അത് നിൽക്കുന്നത് ഒമേഗ ഈക്വൽ ടു 2. സോ ഇറ്റ്സ് ഗോയിങ് ടു ദിസ് ഇൻഫിനിറ്റി. നൗ അത് എങ്ങോട്ട് വരുന്നുണ്ട്? തിരിച്ചത് സീറോയിലേക്ക് വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? കമ്മിങ് ടു സീറോ. ആ ഇൻഫിനിറ്റിന്ന് അത് സീറോയിലേക്ക് വരുന്നുണ്ട് അറ്റ് ഒമേഗ ഈക്വൽ ടു 0. സോ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി ദ വാല്യൂ ഇസ് 0. ഓക്കെ, അതായത് ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ അത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ യുവർ പോളാർ പ്ലോട്ട് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് പോയിന്റ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാനൊരു വേറൊരു കളർ വെച്ച് ഞാനത് പ്ലോട്ട് ചെയ്ത് കാണിക്കുകയാണ്. സോ അറ്റ് ഒമേഗ ഈക്വൽ ടു 0 ഇറ്റ്സ് വാല്യൂ ഇസ് 1. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നേരെ ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. ഓക്കെ, അറ്റ് ഒമേഗ 2 അത് ഇൻഫിനിറ്റി എത്തുന്നത്. ആൻഡ് ആ ഇൻഫിനിറ്റിന്ന് പോയി പക്ഷെ അത് എങ്ങോട്ട് വരുന്നുണ്ട്? സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. കമ്മിങ് ടു ആൻഡ് എൻഡിങ് ടു സീറോ. സീറോയിലേക്ക് അത് എൻഡ് ചെയ്യുന്നുണ്ട്. ഒമേഗ ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് സീറോയിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് യുവർ പോളാർ പ്ലോട്ട് ഫോർ 4 divided by s square plus 4. It's actually a good question. Now, g of s h of s equal to s divided by s plus 1 into s plus 2. Seventh problem നോക്കാം. So here also let's substitute the value of s is equal to j omega. So this I can write it as j omega divided by j omega plus 1 into j omega plus 2. Okay, നമുക്ക് അങ്ങനെ എഴുതാം. Now let's find the magnitude and the angle. So if I'm writing the magnitude of this particular function, എന്തായിരിക്കും എന്റെ മാഗ്നിറ്റ്യൂഡ്? ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒമേഗ തന്നെയാണ്. ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് 4 അല്ലേ. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ചെയ്താൽ അത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആൻഡ് വാട്ട് അബൌട്ട് ദി ആംഗിൾ ഓർ ദി ഫേസ്? ആംഗിൾ എങ്ങനെ കിട്ടും? സോ ജെ ഒമേഗ, ന്യൂമറേറ്ററിൽ ഒരു ഒമേഗ വന്നു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. 1 divided by അല്ലേ. ഇപ്പൊ 1 divided by മൈനസ് വരും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്, ഫസ്റ്റ് ടേമിന്റെ കിട്ടി. And again minus tan inverse of imaginary part by real part, tan inverse of omega by 2. So this will be your angle. Now let's substitute the values of omega equal to 0 and omega equal to infinity and see how the magnitude and phase is changing. So at omega equal to 0, you can see the magnitude എന്തായിരിക്കും? omega numerator ആണ് അല്ലേ. magnitude 0. What about the angle? Angle will be 90 degree അല്ലേ, കാരണം ഈ രണ്ട് ടേമും 0. Now if you are substituting omega equal to infinity, omega infinity കൊടുത്ത ന്യൂമറേറ്ററിൽ എനിക്ക് ഇൻഫിനിറ്റി വരും. So infinity angle, tan inverse of infinity is 90 degree. So 90 minus 90 is 0, minus 90 അല്ലേ. ഇവിടെ ഒരു മൈനസ് രണ്ടിടത്ത് നമുക്ക് ഒമേഗ വരുന്നുണ്ട് അല്ലേ. സോ മൈനസ് 90 ഡിഗ്രി ആയിരിക്കും നിങ്ങളുടെ ആംഗിൾ. Now ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് how we are going to plot the polar plot here. Okay, so if you are going to plot the polar plot, you can see that at omega equal to 0 the magnitude is 0. Okay, ഞാൻ വേറൊരു കളർ ഇട്ട് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒമേഗ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എനിക്ക് എന്താ ഉള്ള? മാഗ്നിറ്റ്യൂഡ് 0 ആണെന്ന് അറിയാം അല്ലേ. സോ ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് അറ്റ് ദിസ് പോയിന്റ്. അറ്റ് ഒമേഗ ഈക്വൽ ടു 0 ഇറ്റ് ഇസ് അറ്റ് ദി ഒറിജിൻ, അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിൽക്കുകയാണ്. ഇഫ് യു സീ ദിസ് ഇസ് യുവർ പ്ലസ് 90 ഡിഗ്രി ആംഗിൾ പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് യുവർ മൈനസ് 90 ഡിഗ്രി അല്ലേ. നമുക്ക് ഇത് മൈനസ് 90 ആയിരിക്കും, ഇത് പ്ലസ് 90 ആയിരിക്കും. സോ പ്ലസ് 90 എന്ന് പറഞ്ഞ പ്ലെയിനിൽ അത് 0യിൽ നിൽക്കുകയാണ്. ആൻഡ് വേർ ഇറ്റ് ഇസ് ഗോയിങ് ടു an infinite value at minus 90 ഡിഗ്രി അല്ലെ. അതൊരു ഇൻഫിനിറ്റ് വാല്യൂലേക്ക് പോവാണ്, മൈനസ് 90. അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഗോയിങ് ടു ആൻ ഇൻഫിനിറ്റ് വാല്യൂ. സോ ഇഫ് യു ആർ ട്രൈങ് ടു പ്ലോട്ട് ദി പോളാർ പ്ലോട്ട് ഹിയർ, യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു സംഭവമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലസ് 90 എന്ന് പറഞ്ഞ പ്ലെയിനിൽ നിന്ന് അത് മൈനസ് 90 എന്ന് പറഞ്ഞ പ്ലെയിനിലേക്ക് പോവാണ്. ഓക്കെ, ഫ്രം 0 ടു ഇൻഫിനിറ്റി. ആൻഡ് ദാറ്റ് ഇൻഫിനിറ്റ് വാല്യൂ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി സർക്കുലേറ്റിംഗ് ലൈക്ക് ഒരു സർക്കിൾ പോലെ ഇതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എന്തുകൊണ്ട് ഞാനിത് ഇങ്ങനെ വരച്ചു? എനിക്ക് തിരിച്ചു വരച്ചുകൂടാ, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഞാൻ ഇതിപ്പോ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോക്ക് വൈസ്, നമ്മൾ നോർമലി ആന്റി ക്ലോക്ക് വൈസ് ആണ് വരയ്ക്കുന്നത്. ഈ ചെയ്ത എല്ലാ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, സോ ഇഫ് യു സീ ഹിയർ യു കെൻ സീ ദാറ്റ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യാം. നമ്മൾ നമ്മുടെ പഠിച്ച റൂൾസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആംഗിൾ എടുക്കുക, നമ്മളെ രണ്ട് ആംഗിളും സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 90 മൈനസ് 90 അല്ലേ.
അപ്പൊ നമുക്ക് ആക്ച്വലി ഒരു സീറോ എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. തൊട്ട് മുന്നത്തെ നമ്മൾ എക്സാമ്പിൾ അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ -270 ആയിരുന്നു, ഇവിടുത്തെ ആംഗിൾ -90 ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇൻഡയറക്ഷൻ റൂൾ അപ്ലൈ ആണെങ്കിൽ രണ്ട് ആംഗിളും കൂടെ മൈനസ് ചെയ്യുക. അതായത് തീറ്റ സീറോയിലുള്ള ആംഗിളും തീറ്റ ഇൻഫിനിറ്റിയിലുള്ള ആംഗിളും കൂടെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സോ ഇറ്റ് ഇസ് -270 -90. സോ ഇറ്റ് ഇസ് -270 +90 അല്ലെ, വിച്ച് ഇസ് എ നെഗറ്റീവ് വാല്യൂ. ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ആംഗിൾ നെഗറ്റീവ് ആയത് കൊണ്ടാണ് നമ്മൾ അത് എന്ത് ചെയ്തത്, നമ്മളെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആംഗിൾ എടുത്തത്. പക്ഷെ ഈ ഒരു കേസിൽ തിരിഞ്ഞാ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ആംഗിൾ സീറോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് വരുന്നത്. സോ ദർ ഇസ് കൺസിഡർ ഇറ്റ് ആസ് എ പോസിറ്റീവ് വാല്യൂ, വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ ക്ലോക്ക് വൈസ്. ഇപ്പൊ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നു നമ്മൾ തിരിച്ചു വരച്ചത് അല്ലെ. ഇപ്പൊ നമ്മൾ ആരോ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓപ്ഷൻസിൽ ഈ ആരോ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് അത് ആരോ ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് അത് തിരിച്ച് സർക്കിൾ ആയിട്ട് ഇങ്ങനെ, ആൻഡ് ഇറ്റ്സ് കമ്മിങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒന്ന് പോസിറ്റീവ് വൈ പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് നെഗറ്റീവ് വൈ പ്ലെയിനിലോട്ട് പോകണം. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഹാവിംഗ് എ സർക്കുലർ ഷേപ്പ് ഫോർ ദി പോളാർ പ്ലോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ രീതിയിൽ വരയ്ക്കുന്ന പോളാർ പ്ലോട്ടിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോളാർ പ്ലോട്ടാണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവരിബഡി. വിൽ ഡു സം അതർ പ്രോബ്ലംസ് ഓൾസോ റിലേറ്റഡ് ടു ദിസ്. അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, 8s divided by s minus 1 into s minus 2. Okay, so let me substitute the value of s is equal to j omega. So 8 j omega by j omega minus 1 into j omega minus 2. അല്ലെ, അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. സോ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ്? മുകളിൽ 8 j omega ഉണ്ട്, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? j ഒഴികെയുള്ള ബാക്കി എഴുതുക. 8 omega divided by square root of 1 plus omega square for the first term, square root of omega square plus 4, which is the second term. അപ്പൊ രണ്ട് ടേമിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുത്തു. Okay, now let's try to write the angle or the phase. Phase നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് j omega എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലേ. സോ there is a 90 degree plus 90 degree ആണ്. Now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ടേമിലും സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ല അല്ലെ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് 1 പ്ലസ് എസ് ടി അല്ലെങ്കിൽ 1 മൈനസ് എസ് ടി വന്നു. ഇവിടെ രണ്ടിടത്തും -1 അല്ലെങ്കിൽ -2 എന്ന് പറഞ്ഞ ടേം നടക്കുന്നത്. സോ ഫോർ ദ ഫസ്റ്റ് ടേം ഇറ്റ് ഇസ് -180. ഞാൻ മൈനസ് പുറത്തെടുത്ത് നിങ്ങൾ എഴുതാണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ എഴുതാം. -180 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗയും വരും. പിന്നെ രണ്ടാമത്തെ ടേമിന് ഒരു 180 വരും. -180 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ബൈ 2. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. രണ്ട് ടേമിൽ നിന്നും രണ്ട് മൈനസ് പുറത്തെടുക്കേണ്ടി വരും അല്ലെ. ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കേണ്ടി വരും, ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കേണ്ടി വരും. സോ ദർ വിൽ ബി 2 -180s. ദെൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാവും ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ബൈ റിയൽ പാർട്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗയും വരും, ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ബൈ 2 വരും. ഞാൻ മൈനസ് പുറത്തെടുത്തു. സോ ദിസ് ഇസ് യുവർ ഫൈനൽ ഫേസ് ഓർ ദി ആംഗിൾ. സോ ഇഫ് യു ആർ സീയിങ് ഹിയർ, now let's understand how we are going to plot the polar plot here. നമുക്ക് ഒമേഗ equal to 0 യും ഒമേഗ equal to ഇൻഫിനിറ്റി കൊടുക്കാം. ഒമേഗ equal to 0 കൊടുത്താൽ എന്ത് പറ്റും? So 8 in omega numerator ആണല്ലേ. So magnitude 0. And what about the angle? So if here tan inverse of 0 ഇത് പോകും, ഈ ടേം പോകും, ഈ ടേമും പോകും. 90 minus 180 അല്ലേ. So it is actually നമുക്ക് ഇവിടെ ഒരു ടേം വരും, -270 എന്ന് പറഞ്ഞു വരും അല്ലെ. -270 എന്ന് വന്നു. And what about when you are substituting omega equal to infinity? നമുക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി തന്നെ വരും. കാരണം എന്താ, ന്യൂമറേറ്ററിൽ നമുക്ക് ഒരു ഒമേഗ ഉണ്ടല്ലേ. സോ ഇൻഫിനിറ്റി ആംഗിൾ നമുക്ക് ഇനി ഇൻഫിനിറ്റി കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഇൻഫിനിറ്റി 90 ആണ്. സോ ഇവിടെ 90 ഡിഗ്രി വരും. ഇവിടെ ഓൾസോ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി 90 വരും. സോ 90 minus 180 plus 90 minus 180 plus 90. Okay. So if you are substituting the values of angle, you will be getting an angle of -90 degree. ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ആംഗിൾ -90 എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മുടെ പോളാർ പ്ലോട്ട് വരയ്ക്കുമ്പോൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത ഏതാണ്ട് സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. സോ യു ഹാവ് 0, -90, -180 ആൻഡ് -270. ഇല്ല, ഞാൻ ആന്റി ക്ലോക്ക് വൈസ് തന്നെയാണ് എടുത്തത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഇൻ ദ 270 പ്ലെയിൻ. -270 പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ തന്നെയാണ് അല്ലെ. ഈ നമ്മുടെ അപ്പർ വൈ ആക്സിസ് തന്നെയാണ്. അവിടെ നമുക്ക് 0 ആണ്. സോ ഇഫ് ഐ എം ടേക്കിംഗ് എ ഡിഫറെന്റ് കളർ, ഐ എം ട്രൈങ് ടു പ്ലോട്ട് ദ പോളാർ പ്ലോട്ട്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് അറ്റ് 0. ഓക്കെ, വാല്യൂ 0 തന്നെയാണ്. ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിലാണ് അത് ഇരിക്കുന്നത്. ഇനി അത് എങ്ങോട്ടാ പോകുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫിനിറ്റി അറ്റ് -90. അത് എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും, അത് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിലായിരിക്കണം. -90 എന്ന് പറഞ്ഞ പ്ലെയിനിലായിരിക്കണം. ഓക്കെ, സോ ഹിയർ ഇഫ് യു ആർ സീയിങ്, ഇഫ് യു ആർ ടേക്കിംഗ് ദ എൻഡ് ഡയറക്ഷൻ റൂൾ, -270 -90 അല്ലെ, വിച്ച് ഈസ് -270 plus 90. അതൊരു നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ ഇഫ് യുവർ ഡിഫറൻസ് ബിറ്റ്വീൻ the initial angle and the final angle is negative,
then you have to take the polar plot in the counter clockwise direction. Okay, അതാണ് എൻ ഡയറക്ഷൻ റൂൾ. നേരത്തെ നമ്മൾ ക്ലോക്ക് വൈസ് എടുത്തു, കാരണം അത് ആംഗിൾ ഒരു സീറോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആണ് നമ്മൾ എടുത്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആൻഡ് ഇറ്റ് ഷുഡ് എൻഡ് അറ്റ് ദിസ് പ്ലെയിൻ അല്ലെ. ഈ ഒരു പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പ്ലെയിനിൽ അത് എൻഡ് ചെയ്യണം. പക്ഷെ അത് കൗണ്ടർ ക്ലോക്ക് വൈസേ പോകാൻ പറ്റും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എനിക്ക് അത് എങ്ങനെ വരയ്ക്കാം? ഐ ക്യാൻ draw my polar plot like this അല്ലെ. So it is starting from this plane in the counterclockwise direction and it is ending in this particular plane. So it will be a circle ആയിരിക്കും. അതൊരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നിന്നും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈ പറഞ്ഞ റൂളിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആംഗിളിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ദ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഓർ ദി ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് അഗൈൻ എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Question number 9 നോക്കാം. The polar plot of g of s h of s equal to 1 by s into 1 plus s the whole square intersect the negative real axis set. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? കെ അല്ലെങ്കിൽ കെയുടെ വാല്യൂടെ 1 ആണ് അല്ലേ. കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് എസ് ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പോളാർ പ്ലോട്ടിൽ തന്നെയാണ് അവിടെ കെയുടെ വാല്യൂ 1 എന്നറിയാം, അതുപോലെ നമ്മുടെ ടിയുടെ വാല്യൂ 1 എന്നറിയാം അല്ലെ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വലി ഇറ്റ് ഇസ് കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് എസ് ടി 1 ഇൻറ്റു 1 പ്ലസ് എസ് ടി 2. നമ്മളിത് ഓൾറെഡി പഠിച്ചായിരുന്നു. ഓക്കെ, so the same format, in the same format you are having this function, okay, where from this equation I can say that t1 and t2 both the time constants values എന്ത് തന്നെയാണ്? 1 plus st ഫോമാറ്റിലാണ് അല്ലെ. സോ ടൈം കോൺസ്റ്റന്റ് വാല്യൂസ് 1 ആണ്, കെയുടെ വാല്യൂ ഇവിടെ 1 ആണ്, ആൻഡ് ദേ ആർ ആസ്കിംഗ് യു ടു ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ പോയിന്റ്. അതായത് നമ്മളെ നെഗറ്റീവ് റിയൽ ആക്സിസിൽ, അത് നമ്മൾ ഇതിന്റെ പോളാർ പ്ലോട്ട് നമ്മൾ ആക്ച്വലി പ്ലോട്ട് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പോളാർ പ്ലോട്ട് നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തായിരുന്നു അല്ലെ. ഇങ്ങനെ പോളാർ പ്ലോട്ട് പ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദിസ് ഇസ് യുവർ നെഗറ്റീവ് റിയൽ ആക്സിസ് മൈനസ് 180 ഡിഗ്രി. ആക്ച്വലി നിങ്ങളുടെ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് അല്ലെ. ആംഗിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. അപ്പം ആ എയുടെ വാല്യൂ നമ്മൾ അന്ന് ഡിറൈവ് ചെയ്തായിരുന്നു അല്ലെ. യു ക്യാൻ ബൈ ഹാർട്ട് ഇറ്റ് ഓൾസോ, അല്ലെങ്കിൽ നമ്മൾ അത് എഴുതി എടുക്കേണ്ടി വരും. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കെ ഇൻറ്റു ടി വൺ ടി ടു ഡിവൈഡഡ് ബൈ ടി വൺ പ്ലസ് ടി ടു. ഓക്കെ, ഈ ജസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡയറക്ട്ലി സോൾവ് ചെയ്യാം. സോ ആ ഇന്റർസെക്ടിംഗ് പോയിന്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കെ ഇൻറ്റു ടി വൺ ടി ടു പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ടൈം കോൺസ്റ്റന്റ് ടി വൺ പ്ലസ് ടി ടു. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസ് അറിയാലേ. കെ ഇൻറ്റു ടി വൺ ടി ടു എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. സോ ഇറ്റ് ഇസ് 1/2. യുവർ ആൻസർ ഇസ് 0.5. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലൊക്കെ നിങ്ങൾക്ക് ആ ഇന്റർസെക്ടിംഗ് പോയിന്റ്സ് പോളാർ പ്ലോട്ടിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 1-2 പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് സോൾവ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ദ 10th പ്രോബ്ലം. At omega equal to 0, the polar plot of 200 by s into s plus 2 is asymptotic to the straight line. Okay, again ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ആണ്. This is k by s into 1 plus st. ആ ഫോമാറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവര് പറഞ്ഞിരിക്കുന്നത് at omega equal to 0, the polar plot of this particular transfer function is asymptotic to the straight line. അപ്പോൾ ഇതിന്റെ പോളാർ പ്ലോട്ട് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിന്റെ പോളാർ പ്ലോട്ട് ഏതാണ്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ആൻഡ് ഇങ്ങനെ ഒരു അസിംപ്റ്റോട്ട്സ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ അസിംപ്റ്റോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ടി ആയിരുന്നു, മൈനസ് കെ ടി. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ അതായത് നമ്മുടെ പോളാർ പ്ലോട്ടിന് പാരലായിട്ട് വരയ്ക്കുന്ന ആ ലൈനാണ് അസിംപ്റ്റോട്ടിക് ലൈൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ ഈ ഒരു ക്രോസ് ഓവർ പോയിന്റ് നെഗറ്റീവ് റിയൽ ആക്സിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് മൈനസ് കെ ടി ആണെന്നും നമ്മളന്ന് എടുത്തായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടി. സോ ഫ്രം ദിസ് ഇക്വേഷൻ 200 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 അല്ലെ. അപ്പൊ ഞാൻ ഈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 if I'm taking the value of 2 കോമൺ, നമ്മൾ 2 പുറത്തെടുക്കുകയാണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ എഴുതാം അല്ലെ. 1 പ്ലസ് എസ് ടി ഫോമാറ്റ് 200 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് എസ് ബൈ 2. ഓക്കെ, സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ ഹിയർ? നമ്മളെ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ കെ അല്ലെ. സോ ഹിയർ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ സേ കെ ഈക്വൽ ടു 200 by 2 which is 100. കെയുടെ വാല്യൂ കിട്ടി. Now what about t? 1 പ്ലസ് എസ് ടി എന്നാണ് നമ്മൾ ടി കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ എസിന്റെ കൂടെ വരുന്ന ടേം എന്താണ് ഇവിടെ? ടി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, which is 0.5. So what is the value of kt? kt എന്ന് പറഞ്ഞാൽ 100 into 1/2 which is 50. Okay, so your answer is not 50, it is actually in the negative real axis, so it is minus 50 ആയിരിക്കും. മൈനസ് 50 ആയിരിക്കും നിങ്ങളുടെ kt എന്ന് പറയുന്നത്. So option C is your correct answer. So ഇവിടെയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നെഗറ്റീവ് റിയൽ ആക്സിലെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് മൈനസ് കെ ടി ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ
ഈ പ്രോബ്ലം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നേന്ന് ചെയ്ത് പോളാർ പ്ലോട്ട് ഒക്കെ വരച്ച് ചെയ്യേണ്ടി വരും. സോ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള ക്രോസ് ഓവർ പോയിന്റ്സും അതുപോലെ നമ്മുടെ നെഗറ്റീവ് റിയൽ ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന്റെ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 നമുക്ക് നോക്കാം. The polar plot of g of s h of s for k is equal to 10 is given below. പോളാർ പ്ലോട്ട് തന്നിട്ടുണ്ട്. Find the range of k for stability and for the below polar plot with 40 decibel as gain margin. What is the value of k? അപ്പം കെയുടെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. പോളാർ പ്ലോട്ട് തന്നിട്ടുണ്ട്. ഗെയിൻ മാർജിൻ 40 ഡെസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കെക്കുള്ള 10നുള്ള പോളാർ പ്ലോട്ട് ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് റേഞ്ച് ഓഫ് കെ ഫോർ സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ദ ക്രോസിംഗ് പോയിന്റ് അല്ലെ, നമുക്ക് ക്രോസിംഗ് പോയിന്റ് 0.1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് 0.1 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അതായത് ഞാൻ ആ ഒരു പോയിന്റിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് കെ. വി നോ ദാറ്റ് ദ കെ വാല്യൂ ഇസ് 10 അല്ലേ. അപ്പൊ ഞാൻ കെക്ക് 10 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0.1 തന്നെ ആയിരിക്കും അല്ലെ. ഈ 0.1 എനിക്ക് എങ്ങനെ എഴുതാം? 0.1 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ 10 ഒരു ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതും. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രോസിംഗ് പോയിന്റിന്റെ കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ. പോളാർ പ്ലോട്ടിന്റെ കെയുടെ വാല്യൂ 10 ആണ് തന്നിട്ടുണ്ട്. പിന്നെ കെയും 10ഉം ക്യാൻസൽ ചെയ്ത് 0.1 തന്നെ എനിക്ക് തിരിച്ചു കിട്ടും അല്ലെ. സോ ഫോർ സ്റ്റെബിലിറ്റി യുവർ പോൾ ഷുഡ് ലൈ ഇൻസൈഡ് യൂണിറ്റ് സർക്കിൾ. നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് സർക്കിൾ 1-നുള്ളിലായിരിക്കണം ഈ പറഞ്ഞ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്നാലേ ആ സിസ്റ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. ഓക്കെ, സോ ഫ്രം ദിസ് ഐ ക്യാൻ സേ that 0.1 k should be less than 10, or I can say k should be less than 100 എന്ന് പറയാം അല്ലെ. അപ്പൊ എനിക്ക് k less than 100 ആണെന്നുള്ള ഒരു കണ്ടീഷൻ കിട്ടി. ഇനി അവർ തന്നിട്ടുണ്ടല്ലേ, വാട്ട് ഇസ് ദ ഗെയിൻ മാർജിൻ? ഗെയിൻ മാർജിൻ ഇസ് 40 ഡെസിബിൾ. ഗെയിൻ മാർജിൻ 40 ഡെസിബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഗെയിൻ മാർജിൻ ക്യാൻ ബി റിട്ടൺ ആസ് 20 log 1 by 8. ജനറൽ എക്സ്പ്രഷൻ ആണ്. സോ ദിസ് ഇസ് ഗിവൺ ആസ് 40 ഡെസിബിൾ. സോ ഐ ക്യാൻ സേ ദാറ്റ് 1 by a എന്തായിരിക്കണം? അപ്പം 1 by aക്ക് ഞാൻ 10 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 20 log 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് 2 into 20 log 10 which is 2 into 20 40. കറക്റ്റ് അല്ലേ? അപ്പൊ 40 ഡെസിബിൾ കിട്ടാൻ 1 by യുടെ വാല്യൂ എന്തായിരിക്കണം? 10 സ്ക്വയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.01 എന്ന് കിട്ടി. ഓക്കെ, സോ 0.01 എന്ന് കിട്ടി. സോ ഐ ക്യാൻ സേ ദാറ്റ് 0.1 into k by 10 which is the value of a അല്ലെ. എനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0.1 into k divided by 10. ആ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് 0.01 ആയിട്ട് കിട്ടി. സോ ഫ്രം ദാറ്റ് if you substitute the value of 0.1 into 10 divided by 0.01 by 10 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് k യുടെ വാല്യൂ കിട്ടും. സോ if you continue doing this, the value of k should be equal to 1 അല്ലെ. k യുടെ വാല്യൂ 1 ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. Okay, so correct option എന്താണ്? k less than 100ഉം k യുടെ വാല്യൂ 1. Okay, which is option number B. So B is your correct answer. Let's go with the next problem. Problem number 12. Find the gain margin and phase margin of the polar plots given below. Okay, ഇങ്ങനത്തെ questions നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പോളാർ പ്ലോട്ട് തന്നിട്ട് അതിൽ നിന്നും ഗെയിൻ മാർജിനും ഫേസ് മാർജിനും ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഗർ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് പോളാർ പ്ലോട്ട് എടുക്കാം. എ എന്ന് പറഞ്ഞ ഒരു പോളാർ പ്ലോട്ട് എടുക്കാം. സോ ഫ്രം ദിസ് ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ അല്ലേ. നോക്കിക്കേ, നമ്മുടെ പോളാർ പ്ലോട്ട് യൂണിറ്റി എന്ന് പറഞ്ഞ വാല്യൂ ടച്ച് ചെയ്യുന്ന പോയിന്റ് നോക്കിക്കേ, 1 ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലേ. സോ നമുക്ക് ഇത് നമുക്ക് ഫേസ് ക്രോസ് ഓഫ് ഫ്രീക്വൻസിയും ഇത് ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് അറിയാം. ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസിയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫേസ് മാർജിൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ നമ്മുടെ പോളാർ പ്ലോട്ട് യൂണിറ്റി അതായത് 1 ഡെസിബിൾ ആവുന്ന പോയിന്റ് ആണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ആ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര ആംഗിൾ സബ്റ്റൻഡിലേക്ക് നോക്കുക. ഓക്കെ, സോ ഫ്രം ദിസ് പോസിറ്റീവ് റിയൽ ആക്സിസ് സബ്റ്റൻഡിങ് an angle of -140 ഡിഗ്രി അല്ലെ. ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റും നമ്മുടെ ഒറിജിനും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ലൈന് എത്ര ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നത്? -140. സോ 5 കിട്ടി. അങ്ങനെ 5 GC നമുക്ക് കിട്ടുകയാണെങ്കിൽ ഹൗ വിൽ യു ഫൈൻഡ് ദ ഫേസ് മാർജിൻ? ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 180 plus 5 GC അല്ലെ, which is 180 minus 140. So your answer is 40 degree. So from this figure, I can say that this is my face margin. ഇതാണ് എന്റെ ഫേസ് മാർജിൻ. ഓക്കെ, ടോട്ടൽ 180 നമ്മുടെ 5 GC കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഫേസ് മാർജിൻ. ഓക്കെ, സോ അത് 40 ഡിഗ്രി എനിക്ക് കിട്ടി. ഹൗ വിൽ യു ഫൈൻഡ് ദ ഗെയിൻ മാർജിൻ? ഈ ഫിഗറിലെ ഗെയിൻ മാർജിനേക്ക് എന്നെ കണ്ടുപിടിക്കാം. സോ ഗെയിൻ മാർജിൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പോളാർ പ്ലോട്ട് മൈനസ് റിയൽ ആക്സിസ് അതായത് -180 ഡിഗ്രി, അതായത് -180ക്ക്
ഈക്വൽ ആവുന്ന പോയിന്റ്, അതായത് ഈ ഒരു ക്രോസിംഗ് ഓവർ പോയിന്റിലെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 0.1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് ദാറ്റ് വാല്യൂ, ക്രോസിംഗ് പോയിന്റ് എയുടെ വാല്യൂ ഉണ്ടെങ്കിൽ ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയാണ് ഇറ്റ് ഇസ് 1/0.1. ആ വാല്യൂ ഡിവൈഡ് ചെയ്താൽ മതി, വിച്ച് ഇസ് 10. ഓക്കെ, ഇപ്പൊ 10 എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആയിരിക്കും. അതിന്റെ ഡെസിബിൾസിൽ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 20 ഡെസിബിൾ അല്ലെ. 20 log 10 ആണ് 20 അല്ലേ, സോ 20 ഡെസിബിൾ എന്ന് എനിക്ക്. സോ ഗെയിൻ മാർജിൻ ഇസ് 20 ഡെസിബിൾ ആൻഡ് ഫേസ് മാർജിൻ ഇസ് 40 ഡിഗ്രി ഫോർ ദ ഫസ്റ്റ് പോളാർ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. രണ്ടാമത്തെ ഈ ഫിഗർ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ പോളാർ പ്ലോട്ട് ക്രോസ് ചെയ്യുന്നത്, ഈ യൂണിറ്റിയിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഗെയിൻ ക്രോസ് ഓഫ് ഫ്രീക്വൻസി. നമ്മുടെ WGC അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ് നമ്മുടെ ഒറിജിനും കൂടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളോട് എത്രയും തന്നിട്ടുണ്ട്? -180. സോ യുവർ 5GC is given as -150. So what is phase margin? Phase margin as per the equation is 180 plus 5GC. So I can write this as 180 minus 150 അല്ലെ. So it is 30 degree. നമുക്ക് 30 degree phase margin ആയിട്ട് കിട്ടി. Now in this case, what will be the gain margin? ഈ കേസിൽ ഗെയിൻ മാർജിൻ എന്തായിരിക്കും? ഇവിടെ നമുക്ക് നോക്കിക്കേ, നമുക്ക് നമ്മുടെ നെഗറ്റീവ് റിയൽ ആക്സിസ്, അതായത് -180 ഡിഗ്രിയിൽ പോളാർ പ്ലോട്ട് ടച്ച് ചെയ്യുന്നില്ല. സോ ദർ ഇസ് നോ ക്രോസിംഗ് പോയിന്റ് എ. സോ ഹിയർ ഇൻ ദിസ് കേസ് എയുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലെ. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഗെയിൻ മാർജിൻ ഇസ് 1/0 ഇൻഫിനിറ്റി ആയിട്ട് കിട്ടും. സോ ഇൻ ദിസ് കേസ് ദ പോളാർ പ്ലോട്ട് ഫേസ് മാർജിൻ ഇസ് -30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ആൻഡ് ഗെയിൻ മാർജിൻ ഇസ് ഇൻഫിനിറ്റി സിൻസ് ദർ ഇസ് നോ ക്രോസിംഗ് പോയിന്റ് എ. നമുക്ക് ആ ഒമേഗ PC എന്ന് പറഞ്ഞൊരു ക്രോസിംഗ് പോയിന്റ് ഇല്ല. ഓക്കെ, so in this case there is no phase crossover frequency. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഹിയർ ഓൾസോ യു കെൻ സീ ദാറ്റ് ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. നമ്മുടെ പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത്, ദിസ് ഇസ് യുവർ പോളാർ പ്ലോട്ട്. ഓക്കെ, നമ്മുടെ പോളാർ പ്ലോട്ട് നമുക്ക് ഫേസ് മാർജിൻ അത് എഴുതാം അല്ലെ. ഫേസ് മാർജിൻ ഇസ് 180 പ്ലസ് 5GC. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആംഗിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല അല്ലെ. നമ്മുടെ യൂണിറ്റിയിൽ ടച്ച് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 തന്നെയാണ്. നോക്കിക്കേ, ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ്, ദിസ് ഇസ് യുവർ 1. നമ്മുടെ പോളാർ പ്ലോട്ട് 1 ടച്ച് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ് അല്ലേ. ദർ ഇസ് നോ ആംഗിൾ സബ്റ്റൻഡഡ് ഫ്രം ദി ഒറിജിൻ അല്ലേ. ഇറ്റ്സ് സ്റ്റിൽ 0 ഡിഗ്രി. 0 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, സോ 5GC ഇവിടെ എന്താണ്? 0 ആണ്. സോ ഇൻ ദിസ് കേസ് യുവർ ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഗെയിൻ മാർജിൻ? ഈ കേസിൽ ഗെയിൻ മാർജിൻ എന്തായിരിക്കും? ഹിയർ ഓൾസോ യു കെൻ സീ ദാറ്റ് -180 എന്ന് പറഞ്ഞ നെഗറ്റീവ് റിയൽ ആക്സിസിലേക്ക് നമ്മുടെ പോളാർ പ്ലോട്ട് വരുന്നില്ല. സോ ദർ ഇസ് നോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഓർ ക്രോസിംഗ് പോയിന്റ്. എ 0 ആണെങ്കിൽ ഗെയിൻ മാർജിൻ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇറ്റ്സ് ഹാവിംഗ് ഇൻഫിനിറ്റ് ഗെയിൻ മാർജിൻ. പ്രോബ്ലം നമ്പർ D. So here you can see that this is a good example for both phase margin and gain margin going infinite. ഓക്കെ, നല്ലൊരു എക്സാമ്പിൾ ആണ്. രണ്ടും ഇൻഫിനിറ്റ് ആവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ നാലാമത്തെ ഫിഗർ. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ, സോ ദ പോളാർ പ്ലോട്ട്, ദിസ് ഇസ് യുവർ പോളാർ പ്ലോട്ട് അല്ലെ. ആ പോളാർ പ്ലോട്ട് നമ്മളിപ്പോ ഫേസ് മാർജിൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 180 പ്ലസ് 5GC ആൻഡ് ഗെയിൻ മാർജിൻ ഇസ് 1/8. ഓക്കെ, പക്ഷെ ഈ രണ്ട് കേസിലും ഇഫ് യു ക്യാൻ സീ ദാറ്റ് 1 എന്ന് പറഞ്ഞ യൂണിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് അല്ലെ, ആ ഒരു പോയിന്റിൽ നമ്മുടെ പോളാർ പ്ലോട്ട് ടച്ച് ചെയ്യുന്നില്ല. ഇഫ് യു ആർ സീയിങ് യുവർ പോളാർ പ്ലോട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ഫ്രം എ വാല്യൂ സേ ലെസ് ദാൻ 1 അല്ലെ. 1നെ കാട്ടി കുറഞ്ഞൊരു വാല്യൂലാണ് പോളാർ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്തത്, 0ലേക്ക് എൻഡ് ചെയ്യുന്നത്. സോ ദ പോളാർ പ്ലോട്ട് ഇസ് നോട്ട് ടച്ചിങ് 1, which means there is no gain crossover frequency. Gain crossover frequency ഇല്ല, which means your phase margin will be infinity അല്ലെ. ഫേസ് മാർജിൻ ആ കേസിൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി ഇൻ ദ നെഗറ്റീവ് റിയൽ ആക്സിസ് ഓൾസോ -180 എന്ന് പറഞ്ഞ പോയിന്റിലും നമ്മുടെ പോളാർ പ്ലോട്ട് ടച്ച് ചെയ്യുന്നില്ല അല്ലെ. ദർ ഇസ് നോ ക്രോസിംഗ് പോയിന്റ്സ്. ഇവിടെ ഒന്നും ഒരു ക്രോസിംഗ് പോയിന്റ്സ് ഇല്ല, which means that your phase crossover frequency is also 0. There is no phase crossover frequency, which means your gain margin is also infinity. So this D ഫിഗർ എന്ന് പറയുന്നത്, നാലാമത്തെ ഫിഗർ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ ബോത്ത് യുവർ ഫേസ് മാർജിൻ ആൻഡ് ഗെയിൻ മാർജിൻ ഗെറ്റിംഗ് ആൻഡ് ഇൻഫിനിറ്റ് വാല്യൂ. ലാസ്റ്റ് ഫിഗർ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫിഗർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അഗെയിൻ ഹിയർ ഓൾസോ യുവർ ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് 180 പ്ലസ് 5GC. നമുക്ക് നോക്കാം, നമ്മുടെ പോളാർ പ്ലോട്ട് 1 എന്ന് പറഞ്ഞ വാല്യൂല് ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. സോ ഹിയർ യു കെൻ സീ ദാറ്റ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് അല്ലെ, നമ്മുടെ പോളാർ പ്ലോട്ട് ഈ ഒരു പോയിന്റിൽ -J ടച്ച് ചെയ്യുന്നുണ്ട്. -J എന്ന് പറഞ്ഞാൽ -1 × J അല്ലെ. അതായത് -90 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ, ദിസ് ഇസ് യുവർ -90 ഡിഗ്രി അല്ലേ. ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഇത് -90 ഡിഗ്രി. -90 ഡിഗ്രി എന്ന് പറഞ്ഞ ആ ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് y ആക്സിസിലാണ് യൂണിറ്റ് വാല്യൂ അച്ചീവ് ചെയ്യുന്നത് അല്ലെ. -J എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് -1 × J. സോ അവിടുത്തെ ആംഗിൾ എത്രയാണ്? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് -90 ഡിഗ്രി അല്ലെ. സോ യുവർ ആംഗിൾ ഇസ് -90. സോ ഫേസ് മാർജിൻ എന്തായിരിക്കും? 180 -90, which is 90 degree.
ഓക്കെ, ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഫേസ് മാർജിൻ. ഓക്കെ, ദിസ് ഇസ് യുവർ ഫേസ് മാർജിൻ വിച്ച് ഇസ് 90 ഡിഗ്രി. വാട്ട് അബൌട്ട് ഗെയിൻ മാർജിൻ? ഗെയിൻ മാർജിൻ വളരെ സിമ്പിൾ ആണ് അല്ലേ? നെഗറ്റീവ് റിയൽ ആക്സിസ് അതായത് -180 ഡിഗ്രി ഈ പെർട്ടിക്കുലർ ലൈനിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? -0.5 which is your value of A. So gain margin is 1/0.5 which is 2. Okay. 2 എന്ന് പറഞ്ഞാൽ എന്ത് ഡെസിബൽ ആയിരിക്കും? ഇപ്പൊ നിങ്ങള് ഡെസിബലിലാണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? It is equal to 6 decibel. So your gain margin is 6 decibel and your phase margin is 90 degree for the last figure. Okay. So ഇങ്ങനത്തെ പോളാർ പ്ലോട്ടുകൾ തന്നിട്ട് അതിൽ നിന്നും ഗെയിൻ മാർജിനും ഫേസ് മാർജിനും ക്രോസ് ഓവർ ഫ്രീക്വൻസീസ് ആയ WGC, WPC, 5GC ഇതെല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വി ക്യാൻ ഗോ വിത്ത് പ്രോബ്ലം നമ്പർ 13. Okay, G of S, H of S തന്നിട്ടുണ്ട്. K e raised to -0.1 S by S. Okay, what is the value of K or range of K for system to be stable? അപ്പൊ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് K എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ G of S, H of S എടുത്ത് എഴുതാം. It is K e raised to -0.1 S divided by S അല്ലെ? നമുക്ക് തന്നിട്ടുണ്ട്. So if you are substituting the value of S equal to j omega, K e raised to -0.1 j omega by j omega. S ഞാൻ j omega substitute ചെയ്തു. If you are finding the magnitude of this particular open loop transfer function, എന്തായിരിക്കും? E raised to j theta അല്ലെങ്കിൽ E raised to minus j theta യുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? അത് 1 ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവും. So K by omega എന്ന് കിട്ടും. Okay. More specifically, you can say it is K by omega PC അല്ലെ? മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കുന്ന കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇഫ് ഇറ്റ് ഇസ് ഫേസ് മാർജിൻ ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഈസ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി അല്ലേ? അവിടെ ഗെയിൻ ക്രോസ് ഓവർ ആണ് വരുന്നത്. ഗെയിൻ മാർജിൻ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. സോ K by omega അല്ലെങ്കിൽ K by omega PC ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി. ഇനി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഫേസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കറക്റ്റ് ഫേസ് എന്ന് പറയുന്നത്? സോ -0.1 j omega അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -0.1 ഒമേഗ ആയിരിക്കും അല്ലെ? ഒമേഗ പി സി മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ -0.1 ഒമേഗ പി സി ആൻഡ് ദർ ഇസ് എ 1/j ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -90 ഡിഗ്രി ആയിരിക്കും അല്ലെ? സോ സിംപ്ലി പറയുകയാണെങ്കിൽ മൈനസ് പുറത്തെടുത്താൽ 0.1 ഒമേഗ പി സി പ്ലസ് 90 ആയിരിക്കും നിങ്ങളുടെ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? സോ ദിസ് ആംഗിൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ പോളാർ പ്ലോട്ടിൽ ഈ -180ക്ക് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. സോ this can be equated to -180 degree അല്ലെ? -180ക്ക് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. So if you're solving minus of 0.1 omega, so 0.1 omega PC plus 90 എന്ന് പറഞ്ഞാൽ 180 ആവും. 0.1 omega PC is 180 minus 90, 90. So from that you will get omega PC equal to 5 pi എന്ന് കിട്ടും. Okay, omega PC സോൾവ് ചെയ്യുമ്പോൾ 5 pi എന്ന് കിട്ടി. സോ ഞാൻ നേരെ അത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. K by omega PC എന്ന് പറഞ്ഞാൽ എന്താണ്? K by 5 pi. Okay. So for the system to be stable, so this value of A, നമ്മുടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? It should be less than unity അല്ലെ? നമ്മൾ ഇവിടെയാണ് നമ്മുടെ പോളാർ പ്ലോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ A എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിന് ഉള്ളിലിരിക്കണം. സോ A should be less than 1 for the system to be stable. So K by 5 pi എനിക്ക് less than 1 ആയിട്ട് എടുക്കാം മാഗ്നിറ്റ്യൂഡ്, or K is equal to less than 5 pi എന്ന് കിട്ടി. Okay. So K less than 5 pi എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ നമ്പർ ഡി ഈസ് യുവർ കറക്റ്റ് ആൻസർ. സോ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എയുടെ വാല്യൂ ലെസ് ദാൻ 1, എയുടെ വാല്യൂ ഈക്വൽ ടു 1, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അൺസ്റ്റേബിൾ ആവുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നമ്മൾ തിയറി സെഷൻസിൽ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ദിസ് അഗൈൻ എ ഗുഡ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം നമ്പർ 14 നോക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s into s plus 1 into s plus 2. ഓക്കെ, നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. പ്ലോട്ടഡ് ഇൻ കോംപ്ലക്സ് g of j omega plane for omega less than 0, less than infinity. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് ഈ പറഞ്ഞ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, സോ ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? K by s into 1 plus st1 into 1 plus st2 അല്ലെ? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ 1 ആയിരിക്കും. നമുക്ക് നോക്കാം കെയുടെ വാല്യൂ 1 ആണോ. എസ് ഇൻറ്റു 1 plus st1 into 1 plus st2 ആ ഒരു ജസ്റ്റ് ഫോർമാറ്റിലാണ് അല്ലെ? നമുക്കിവിടെ K ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. അപ്പൊ ഞാൻ ഇക്വേഷൻ എടുക്കുകയാണ് 1/s into s plus 1 into s plus 2 അല്ലെ? ഇത് 1 plus st ഫോർമാറ്റിലല്ല. സോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ 2 പുറത്തെടുക്കേണ്ടി വരും അല്ലെ? ഈ പുറത്തെടുത്താൽ 1 plus s by 2 എന്ന് എനിക്ക് വരും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് K? ഹിയർ ദ വാല്യൂ ഓഫ് K is 1/2. So from this it is very clear that the value of K is 1/2. What about T1? T1 ന്റെ വാല്യൂ എന്തായിരിക്കും നോക്കാം അല്ലെ? ഫസ്റ്റിലെ T1 ന്റെ വാല്യൂ എന്താണ്? 1 ആണ്.
വാട്ട് അബൌട്ട് T2? ഹിയർ യു കെൻ സീ ദാറ്റ് T2 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ S ന്റെ കൂടെ വരുന്ന ടേം അല്ലേ, 1 പ്ലസ് ST. 1 പ്ലസ് ST ആണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. സോ ഹിയർ ദ T2 വാല്യൂസ് 1/2 എന്ന് കിട്ടി, വിച്ച് ഇസ് 0.5. ഓക്കെ, നൗ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കെ ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ടൈം കോൺസ്റ്റന്റ് ബൈ സം ഓഫ് ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഇസ് 1/2 ഇൻറ്റു 1 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2 എന്ന് കിട്ടി, which is 1/4 divided by 3/2. So your answer is 1/6 എന്ന് വരും. ഓക്കെ, അത് നമുക്ക് 1/6 എന്ന് വന്നു. ക്രോസിംഗ് പോയിന്റ് കിട്ടി, എയുടെ വാല്യൂ കിട്ടി. ഓക്കെ, 1/6 എന്ന് കിട്ടി. വാട്ട് അബൌട്ട് അസിംപ്റ്റോട്ടിക് ലൈൻ? അസിംപ്റ്റോട്ടിക് ലൈൻ എന്തായിരിക്കും? അസിംപ്റ്റോട്ടിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് കെ ടി അല്ലെ. ഇവിടെ നമുക്ക് ടിയുടെ പകരം എന്തുണ്ട്? 2 ടികളുണ്ട് അല്ലേ. മൈനസ് കെ ടി. നമ്മൾ പോളാർ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പോളാർ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ആ പ്ലോട്ടിൽ അസിംപ്റ്റോട്ടിക് ആയിട്ട് വരുന്ന ലൈനാണ് ഈ മൈനസ് കെ ടി അല്ലേ. ഇവിടെ ടിക്ക് വരുന്നുണ്ട് T1 പ്ലസ് T2 ഉണ്ട്. സോ ഇറ്റ് ഇസ് മൈനസ് ഹാഫ് ഇൻറ്റു T1 പ്ലസ് T2 വിച്ച് ഇസ് മൈനസ് 3/4. അപ്പൊ നമുക്ക് ആ അസിംപ്റ്റോട്ടിക് ലൈൻ മൈനസ് 3/4 എന്ന് കിട്ടി. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നിങ്ങൾ ഈ 4 ഓപ്ഷനിലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷനിലും സെക്കൻഡ് ഓപ്ഷനിലും അസിംപ്റ്റോട്ടിക് ലൈൻ മൈനസ് 3/4 വരുന്നുണ്ട് അല്ലേ. എന്തായാലും സിഒ ഡിഒ ആവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ദിസ് ഇസ് ദ ക്രോസിംഗ്. നമുക്ക് മൈനസ് 1/6 എന്ന് പറയുന്ന ക്രോസിംഗ് പോയിന്റ് ആയിട്ടാണ് കിട്ടിയത്. സോ 1/6 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ആ ക്രോസിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ഓപ്ഷൻ എ നോക്കിയാൽ കറക്റ്റ് ആണ് വരുന്നത് അല്ലേ. മൈനസ് 1/6 ഇതായിരിക്കും നിങ്ങളുടെ മൈനസ് 1/6 വിച്ച് ഇസ് യുവർ ക്രോസിംഗ് പോയിന്റ്. ഓക്കെ, ആൻഡ് ഫ്രം 0 ടു ഇൻഫിനിറ്റി നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോളാർ പ്ലോട്ട് എന്തായിരിക്കും? ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിക്കൽ ഫോമിലേക്ക് പോളാർ പ്ലോട്ട് വരുന്നത്, തിരിച്ചല്ല വരുന്നത് അല്ലേ. നമുക്കറിയാം പോളാർ പ്ലോട്ട് ഇങ്ങനെയാ വരുന്നത് അറിയാം. കമ്മിങ് ഫ്രം omega equal to 0 and ending at omega equal to infinity. So the polar plot is going like this. So this first option is correct because അവിടെ നമ്മുടെ asymptotic ലൈനിലെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടി? മൈനസ് കെ ടു T1 പ്ലസ് T2 മൈനസ് 3/4 ആയിട്ട് കിട്ടി. ഈ ക്രോസിംഗ് പോയിന്റ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ മൈനസ് 3/4 ആയിരിക്കും. നമുക്കത് 1/6 എന്ന് ഓൾറെഡി ഇവിടെ കിട്ടി. സോ ഓൺലി ചാൻസസ് ഓപ്ഷൻ നമ്പർ എ. ഓപ്ഷൻ നമ്പർ ബി ഒരിക്കലും വരത്തില്ല. കാരണം എന്താണ്? പോളാർ പ്ലോട്ട് ഇസ് ഇൻവേർട്ടഡ് ഇൻ ദിസ് കേസ്. അത് നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് വി ഹാവ് ഓൾറെഡി plotted in this particular manner അല്ലേ. സോ ഓപ്ഷൻ എ ഈസ് യുവർ കറക്റ്റ് ആൻസർ. മേ ബി നിങ്ങൾക്ക് ഇതിനകത്ത് 3/4 തരാതെ 1/6 ഇവിടെ തരും. അങ്ങനെയാണെങ്കിലും ഓപ്ഷൻ എ തന്നെയായിരിക്കും കറക്റ്റ്. സോ ക്രോസിംഗ് പോയിന്റ്സ് നോക്കുക ആൻഡ് ട്രൈ ടു ഫൈൻഡ് ദ അസിംപ്റ്റോട്ടിക് ക്രോസിംഗ് പോയിന്റ് ഓൾസോ. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ നല്ല ക്വസ്റ്റൻ. പ്രോബ്ലം നമ്പർ 15 നോക്കാം. വാട്ട് ഇസ് ദ പോളാർ പ്ലോട്ട് ഓഫ് കെ ഇൻറ്റു 1 പ്ലസ് എസ് ടി? ഓക്കെ, കെ ഇൻറ്റു 1 പ്ലസ് എസ് ടിയുടെ പോളാർ പ്ലോട്ട് ഈ പറഞ്ഞ 4 ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എസിക്കിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഇസ് 1 പ്ലസ് j omega into t and we will try to find out the magnitude and angle അല്ലെ. ആംഗിളും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം. What is the magnitude of this particular function? This will be k into root of 1 plus omega square t square. What about the phase? Phase എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? tan inverse of imaginary part by real part, which is tan inverse of omega t. വളരെ സിമ്പിൾ ആണ്. ഒമേഗയ്ക്ക് നമുക്ക് 0യും ഒമേഗയ്ക്ക് ഇൻഫിനിറ്റിയും കൊടുക്കാം. ഒമേഗയ്ക്ക് 0 കൊടുത്താൽ എന്ത് പറ്റും? Magnitude k ആവും, because 1 plus 0, root of 1 plus 0 into k. And what about angle? Tan inverse of 0, 0 degree ആയിരിക്കും. And ഇനി ഒമേഗയ്ക്ക് ഞാൻ ഇൻഫിനിറ്റി കൊടുത്താലോ? ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആവും, because ഇൻഫിനിറ്റി ഇൻറ്റു k എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. വാട്ട് അബൌട്ട് ആംഗിൾ? Tan inverse of infinity is 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് കിട്ടി ഫ്രം ദ ഫിഗർ. ഐദർ ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ആയിരിക്കും കറക്റ്റ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് പോളാർ പ്ലോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാക്ട് പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ദ എക്സാക്ട് പോളാർ പ്ലോട്ട് ഇസ് ഓപ്ഷൻ നമ്പർ സി. വൈ? ബിക്കോസ് നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് ലൈൻ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇത് കെ ആയിരിക്കും, ഡെഫിനറ്റ്ലി ഇത് കെ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ആംഗിൾ ഇസ് ഇൻ 0 അല്ലെ, 0 ഡിഗ്രി ആംഗിൾ ആയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഇൻഫിനിറ്റി അല്ലെ. അത് കെ എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് എന്നത് ഇൻഫിനിറ്റിലോട്ട് പോവാണ്. ഏത് ആംഗിളില്? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളിന് പാരലൽ അല്ലേ. സോ ദിസ് ഇസ് യുവർ അസിംപ്റ്റോട്ടിക് ലൈൻ. സോ ദിസ് ഇസ് യുവർ എക്സാക്ട് പോളാർ പ്ലോട്ട്. സപ്പോസ് അവർ ക്വസ്റ്റ്യനിനകത്ത് അപ്രോക്സിമേറ്റ് പോളാർ പ്ലോട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരം തന്നെ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും അപ്രോക്സിമേറ്റ്. അതൊരു കർവ് കാണും, ഒരിക്കലും അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കത്തില്ല. പക്ഷേ ജസ്റ്റ് പോളാർ പ്ലോട്ട് എന്ന് ചോദിച്ചാൽ ദ എക്സാക്ട് പോളാർ പ്ലോട്ട് വിൽ ബി ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ഉത്തരം. സോ വിത്ത് ദാറ്റ് വി ആർ ക്ലോസിംഗ് ദ സെഷൻ ഓൺ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോളാർ പ്ലോട്ട്. സോ നിങ്ങൾ ഇങ്ങനെയും കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.